ഹലോ ഗായ്സ്, വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പി ഉണ്ടാക്കുക. ഇത് ലെഫ്റ്റ് ഓവർ ചിക്കനാണ്. കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് സോട്ടേ ചെയ്തിട്ടെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കുക. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും വെക്കരുത്, വെള്ളം ഇറങ്ങും നമ്മുടെ സവാളയിൽ നിന്ന്. അതിനുശേഷം കുറച്ച് ക്യാബേജ്. ഇതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, ഞാനൊരു സുമാർ അളവെടുത്തേ. അതുകൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അവസാനം കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാലയാണ്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊരിച്ച ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ ഇതൊന്ന് കൂളായതിന് ശേഷം കുറച്ച് മയനൈസും ചേർക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് മയനൈസാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആക്ച്വലി ഇത് ലെഫ്റ്റ് ഓവർ ചിക്കനും മയനൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്ന് ഉച്ചയ്ക്ക് മന്തിയായിരുന്നു ഉണ്ടാക്കിയത്. അതിൽ നിന്ന് കുറച്ച് ചിക്കനും അതിൽ ബാക്കി വന്ന മയനൈസും ഒക്കെ എടുത്തിട്ട് സാൻഡ്വിച്ച് ആക്കുകയാണ്. അങ്ങനെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു മോഡലിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ബട്ടറോ ഗീയോ ഒന്നും ചേർക്കുന്നില്ല. പൊട്ടാറ്റോ മേഷർ കണ്ടപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു, പ്രസ് ചെയ്ത് കൊടുത്തു. പ്രഹസനമാണ്, ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷേ ഇന്നെന്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തു. അങ്ങനെ അതും ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തു. ഇനി ഇത് നമുക്ക് എടുത്തു വെക്കാം. ചൂടല്ലേ എന്ന് വിചാരിക്കേണ്ട, ചൂടൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇത് മടക്കി ഇതുപോലെ വെക്കാം. നിങ്ങൾക്കിത് ആദ്യം ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ടോസ്റ്റ് ചെയ്താലും മതിയിട്ടാ. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് സെർവ് ചെയ്തോളൂ. വളരെ സിമ്പിളാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഫില്ലിങ് വെച്ചാലും മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.